നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ 10th പ്രിലിംസിന്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ അല്ലെങ്കിൽ മടി പിടിച്ച് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഏത് മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പരീക്ഷയിൽ നമുക്ക് പ്രിലിംസ് ജസ്റ്റ് കട്ട് ഓഫ് കടന്നാൽ മതി അല്ലെ. നമുക്ക് വലിയ മാർക്കൊന്നും വേണ്ട, പ്രിലിംസ് എക്സാം ആണ് വരുന്നത്. സോ നമുക്ക് മാക്സിമം നെഗറ്റീവ് കുറച്ച് ഈ വരുന്ന പ്രിലിംസ് ഒന്ന് കടക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അനുസരിച്ച് നിങ്ങൾ ഇനി പഠിക്കേണ്ട വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 6 GK ടോപ്പിക് 60 മാർക്കിന്റെ, പിന്നെ നമുക്ക് 10 മാർക്കിന്റെ ബയോളജി വരുന്നുണ്ട്, ബാക്കി നമുക്ക് 10 മാർക്കിന്റെ ഫിസിക്കൽ സയൻസ് അതായത് കെമിസ്ട്രിയും ഫിസിക്സും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 60, 70, 80, ബാക്കി 20 മാർക്ക് മലയാളം. നമുക്ക് എന്തിനാ പോകുന്നത്? മലയാളമല്ല, മാത്സിനാണ് പോകുന്നത്. അപ്പൊ ഇവിടെ ഈ 80 മാർക്കിൽ നിങ്ങൾ നോക്കേണ്ട ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ 10 മാർക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് പോകുന്നുണ്ട്. ഓക്കെ, ബാക്കി 70 മാർക്ക് നിങ്ങളെ എവിടെ നിന്നാണ്, ഏത് റിസോഴ്സ് ആണ് നോക്കേണ്ടത്, ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാൽ കട്ട് ഓഫ് കടക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം, നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി, ഇത്രയാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അനുസരിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഞാൻ ടെലഗ്രാമിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ PDF ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം എന്നാ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 6. അപ്പം ഇത്രയും ഏരിയയിൽ ഇത് മാത്രമല്ല വരുന്നുണ്ട്, നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്ലാസ് 10 ഇന്ത്യയുടെ വർത്തമാനം, ജനാധിപത്യം, ഒരു ഇന്ത്യൻ ആമുഖം, കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷനിലേക്ക് പോകുന്നതാണ്. ചാപ്റ്റർ 5 ഇന്ത്യൻ ഭരണഘടന, നമുക്ക് 8th സ്റ്റാൻഡേർഡ് 8ലെയാണ്. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, ദെൻ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ ഓൾഡ് SCRT വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ദെൻ ഇന്ത്യൻ ഇത് ഇന്ത്യൻ ജോഗ്രഫിക്ക് നോക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫിക്ക് നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. അടുത്തത് ലോകത്തിന്റെ നെറുകയിൽ, വിശാല സമതല, ഇതൊക്കെ നമുക്ക് 9ാം ക്ലാസ്സിലെയാണ് കേട്ടോ വരുന്നത്. ഇത് 7ാം ക്ലാസ്സിലെ അതുപോലെ 9ാം ക്ലാസ്സിലെയാണ് വരുന്നത്. മണലാരണ്യങ്ങളിലൂടെ, ദെൻ ചാപ്റ്റർ 8. പിന്നെ ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ നാടറിയാം, ക്ലാസ് 8 നട്ടുനനയ്ക്കാം നന്മകൾ ചെയ്യാം. ഇതൊക്കെ നമുക്ക് വരുന്നത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ്. കേരള ഹിസ്റ്ററിക്ക് 10ാം ക്ലാസ്സിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നാഷണൽ മൂവ്മെന്റ് ആൻഡ് കേരള, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, 8ാം ക്ലാസ്സിലെയാണ്. നവകേരള സൃഷ്ടിക്കായി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, SS, ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ നമുക്ക് ബയോളജിയിൽ നോക്കേണ്ടത് ക്ലാസ് 6 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആഹാരം ആരോഗ്യത്തിലൂടെ, ഓക്കെ, ആഹാരത്തിലൂടെ ആരോഗ്യം. ക്ലാസ് 7 ബേസിക് സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 1. ഇനി ക്ലാസ് 7 ചാപ്റ്റർ 9, ക്ലാസ് 8 ചാപ്റ്റർ 17 വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, ക്ലാസ് 9 ചാപ്റ്റർ 2 ബയോളജി ദഹനവും പോഷക സംവഹനവും. ഇനി അതുപോലെ തന്നെ ക്ലാസ് 9 10ലെയുമാണ് വരുന്നത്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2, ചാപ്റ്റർ 4, അതുപോലെ ചാപ്റ്റർ 1 ഓഫ് ക്ലാസ് 10, ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 6. ഇത്ര നമുക്ക് ബയോളജിക്ക് വരുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രം, നമുക്ക് ഫിസിക്സും കെമിസ്ട്രി വരുന്നത്. ക്ലാസ് 5 ചാപ്റ്റർ 2, ക്ലാസ് 10 ചാപ്റ്റർ 5, ക്ലാസ് 6 ചാപ്റ്റർ 9, അതുപോലെ ചാപ്റ്റർ 5 ഓഫ് ബയോളജി. ഇത് നമ്മുടെ ബയോളജി തന്നെയാണ് കേട്ടോ വരുന്നത്. ബയോളജിയിൽ നമുക്ക് 10 മാർക്കിന്റെ ഒരുപാട് ഏരിയാസ് പഠിക്കാറുണ്ട്. ഞാൻ ഫിസിക്സ് എന്നാണ് പറഞ്ഞത്, ബയോളജി തന്നെയാണ്. ഇനി അടുത്തത് ക്ലാസ് 6 നമ്മൾ പറഞ്ഞ പോലെ
ചാപ്റ്റർ 1 ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാം വായിച്ചു കളഞ്ഞേക്ക്, വീണ്ടും കയറി വന്നതാണ്. ഇത് നമ്മൾ കെമിസ്ട്രി ആണ് പറയുന്നത്. അപ്പൊ സെയിം സ്ലൈഡ് തന്നെ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി കെമിസ്ട്രിയിലെ ക്ലാസ് 8 ചാപ്റ്റർ 5, ചാപ്റ്റർ 6, ചാപ്റ്റർ 15, ക്ലാസ് 9 ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ക്ലാസ് 10 ചാപ്റ്റർ 3. ഓക്കെ, ഇനി അതുപോലെ ക്ലാസ് 10 ചാപ്റ്റർ 6, ചാപ്റ്റർ 2, ക്ലാസ് 5 നമ്മുടെ ഫിസിക്സിലേക്ക് പോകുമ്പം ക്ലാസ് 5 ചാപ്റ്റർ 6, ക്ലാസ് 6 ചാപ്റ്റർ 8, ക്ലാസ് 7 പാർട്ട് 1 പ്രകാശം പ്രതിഫലിക്കുമ്പോൾ ചാപ്റ്റർ 4, ക്ലാസ് 7 ചാപ്റ്റർ 6, ക്ലാസ് 7 ചാപ്റ്റർ 8, ക്ലാസ് 8 ചാപ്റ്റർ 2, ക്ലാസ് 8 ചാപ്റ്റർ 3. ഇപ്പം ഇത്രയാണ് നമുക്ക് ടോപ്പിക് അനുസരിച്ച് വരുന്നത്. അതുപോലെ ക്ലാസ് 9 ഫിസിക്സിൽ തന്നെ ഇത് നമുക്കിത് നോക്കാനുള്ള സമയമില്ല. മാത്രമല്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കത് തീരാനും പോകുന്നില്ല. അപ്പം ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിലബസിന്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വളരെ ചുരുങ്ങിയ ടൈമിൽ. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് അവിടെ നിങ്ങൾ ഫോളോ ചെയ്യുക. മാത്രമല്ല നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് 60 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ തുച്ഛമായ ഫീസ്, വെറും 1000 റുപ്പീസാണ് നമ്മൾ പറയുന്നത്. ഇതിലെല്ലാം നമ്മൾ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് ഡെയിലി PYQ ഡിസ്കഷൻസ് ഉണ്ട് ലൈവിൽ. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്ക് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് 60 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ 60 ഡേയ്സിലേക്ക് വേണ്ടിയുള്ള പ്രിലിംസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു. മാത്രമല്ല ഈ PDF വേണമെങ്കിൽ ടെലഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.